മഹാനും ഭയങ്കരനുമായ നമ്മുടെ ത്രിയേക ദൈവത്തിന് സ്തോത്രം. നമ്മെ ചേർക്കുവാൻ വേഗം വാനമേഘങ്ങളിൽ വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും ക്രിസ്തീയ വന്ദനങ്ങളെ അറിയിക്കുന്നു. സ്നേഹത്തോടും ആദരവോടും കൂടെ നിങ്ങളെ ഏവരെയും ഇന്നത്തെയും ബൈബിൾ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വേദഭാഗം വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 6 വരെ ഉള്ളതാണ്. അവിടെ നാം കണ്ടുകൊണ്ടിരുന്നത് സർദീസിലെ സഭയ്ക്ക് യേശുക്രിസ്തു നൽകുന്ന വാഗ്ദത്തങ്ങളാണ്. അതിൽ ചില വാഗ്ദത്തങ്ങൾ നമ്മൾ ഇതുവരെ കണ്ടു. ഒന്നാമത്തേത്, നാം യോഗ്യന്മാർ എന്ന കർത്താവിന്റെ സാക്ഷ്യപത്രം. രണ്ടാമത്, പറഞ്ഞോളൂ. കർത്താവിന്റെ വരവ് എന്ന വാഗ്ദത്തം. കർത്താവിന്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം, വരവിന്റെ വാഗ്ദത്തം. 3, കർത്താവിനോട് കൂടെ കർത്താവിനോട് കൂടെ വസിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കും, അല്ലെങ്കിൽ കർത്താവ് നമ്മളെ തൻ്റെ കൂടെ കൊണ്ടുപോകും, ഇരുത്തും എന്നൊക്കെയുള്ള വാഗ്ദത്തം. നാലാമത്തേത്, വെള്ളയുടുപ്പ് നമുക്ക് നൽകും എന്ന വാഗ്ദത്തം. വെള്ളയുടുപ്പിന്റെ അല്ലെങ്കിൽ വെള്ള വസ്ത്രത്തിന്റെ അർത്ഥം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വെള്ള ലോകത്തിൽ തന്നെ ആയാലും പരിശുദ്ധിയെയും സമാധാനത്തെയും സേവനത്തെയും കുറിക്കുന്നതാണ്. Even in the world, white represents purity, stainlessness, കറയില്ലായ്മ. Then it stands for peace. യുദ്ധഭൂമികളിൽ പോലും വെള്ള സമാധാനത്തിന്റെ പ്രതീകമാണ്. And third, it stands for service. ഇപ്പോഴൊക്കെ ഹോസ്പിറ്റലുകളിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്. എന്നാൽ പൊതുവെ ഡോക്ടേഴ്സിന്റെയും നഴ്സസിന്റെയും ഒക്കെ യൂണിഫോം വൈറ്റ്. അത് സേവനത്തെ കാണിക്കുന്നതാണ്. സേവനത്തെ കാണിക്കുന്ന. അപ്പം വെള്ളയുടുപ്പ് അതിൻ്റെ ആത്യന്തികമായ നിലയിൽ തന്നെ നമ്മൾ മനസ്സിലാക്കുന്നു, പരിശുദ്ധിയെ കാണിക്കുന്നു. ദൈവത്തിന്റെ സഭ വിശുദ്ധയാണ്. ക്രിസ്തുവിന്റെ കാന്ത നിർമ്മല കന്യകയാണ്. അവൾ സ്ത്രീയല്ല, കന്യകാത്വം നഷ്ടപ്പെട്ടവളല്ല. ദൈവത്തിന്റെ സഭ നിർമ്മല കന്യകയാണ്. Pure virgin. The church, the bride of Jesus, is a pure, holy, sanctified virgin. She has not lost her virginity. തന്റെ കന്യകാത്വത്തെ നഷ്ടപ്പെടുത്താത്തവൾ, ലോകത്തോട് ഇടപഴകാത്തവൾ. ഇന്നലെ നമ്മള് ഭാര്യാഭർത്തൃബന്ധത്തെ പറ്റി കണ്ടതുപോലെ അവൾ മണവാളനോട് പൂർണ്ണ വിശ്വസ്തത പാലിക്കുന്നവൾ.
പാതിവൃത്യമുള്ള മണവാട്ടി മാത്രമേ എന്ന് നമ്മൾ പാടുമല്ലോ അല്ലെ. പതിയോട് വ്രതസ്ഥയായവൾ എന്നാണ് അതിന്റെ അർത്ഥം. പതിവ്രതസ്ഥ, പാതിവൃത്യമുള്ളവൾ. ദിസ് white stands for her purity, the church's purity. അല്പകാലം മാത്രം ഈ ഭൂവിലെ വാസം, ആ പാട്ടിലാണ് നമ്മൾ പാടുന്നത്. പാവനമാം പട്ടണത്തിൽ ആരു കടന്നിടും, പാപമറ്റ ജീവിതം നയിച്ചവരല്ലോ. സ്തോത്രം. പിന്നെ നീതിയായി നടന്നു നേർ പറഞ്ഞു മന്നിൽ, പാതിവൃത്യമുള്ള മണവാട്ടി മാത്രമേ. ഒരു ഭാര്യയിൽ നിന്ന്, ഒരു മണവാട്ടിയിൽ നിന്ന് ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത്, ആവശ്യമുള്ളത്, ഡിമാൻഡഡ് ആൻഡ് കമാൻഡഡ് ഈ പാതിവൃത്യമാണ്. സ്തോത്രം. ഡിവോട്ടഡ് ഓൺലി ഫോർ ഹെർ legitimate husband. In no way she loses that purity. That is the representation of this white robe. ഈ വെള്ള വസ്ത്രത്തിന്റെ പ്രധാനപ്പെട്ട സൂചന എന്ന് പറയുന്നത് അവളുടെ പാതിവ്രതസ്ഥയാണ്, അവ്രതാവസ്ഥയാണ്. ലോകത്തിന്റെ യാതൊരു പ്രതികൂലങ്ങളിലും വെല്ലുവിളികളിലും പ്രലോഭനങ്ങളിലും യെരൂശലേം പുത്രിമാർ ചുറ്റും നിന്ന് രാപ്പകൽ പ്രിയനോടുള്ള അനുരാഗം കവർന്നിടുവാൻ വേണ്ടി ശ്രമിച്ചപ്പോഴും അതിന്റെ ഒന്നും മുമ്പിൽ പതറിപ്പോകാതെ, തൻ്റെ പരിശുദ്ധിയെ നഷ്ടപ്പെടുത്താതെ അവളെ തന്നെ കർത്താവിനുള്ളവളായി മാത്രം കാത്തുകൊണ്ടു എന്നതിന്റെ പ്രതീകമാണ് അവളുടെ വെള്ളവസ്ത്രം. മറ്റു പലരും അവരുടെ വസ്ത്രം മലിനമാക്കി എന്ന് പറയുമ്പോൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോയി എന്നുള്ളതാണ്. സ്തോത്രം. ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായിപ്പോയ അവസ്ഥയാണ് പലരും തങ്ങളുടെ വസ്ത്രം മലിനമാക്കി എന്ന് ക്രിസ്തു സർദീസിലെ സഭയെക്കുറിച്ച് പറയുന്നതിലൂടെ അർത്ഥമാക്കുന്നത്. സ്തോത്രം. Because we are betrothed to one husband, Christ Jesus, to be presented as a chaste virgin, a virgin who keeps chastity. മനസ്സിലാവുന്നുണ്ടല്ലോ. ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും പരിശുദ്ധി, പതിവ്രതസ്ഥയായി നിന്ന് തന്നെ തന്നെ മണവാളൻ വരുന്നതുവരെ പരിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കുവാൻ നിയമിക്കപ്പെട്ടവളാണ് ദൈവത്തിന്റെ സഭയെന്ന കന്യക. സ്തോത്രം. എന്നാൽ അതിന് വീഴ്ച വരുന്നതാണ് ഉടുപ്പും മലിനമാകുന്നത്. എന്നാൽ മലിനമാകാത്തവർ വെള്ളയുടുപ്പ് ധരിക്കുമെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ക്രൈസ്റ്റ് അറ്റസ്റ്റേഷൻ, യേശു ക്രിസ്തുവിന്റെ ഒരു
സാക്ഷീകരണമാണ്, നിത്യത മുഴുവനും നീണ്ടു നിൽക്കുന്ന ഒരു പ്രദർശനമാണ്. ഇവൾ ലോകത്തോടുകൂടെ മാലിന്യപ്പെടാത്തവൾ. സ്തോത്രം. ഇപ്പൊ വെള്ളയുടെ അർത്ഥം പരിശുദ്ധി, പീസ്, സർവീസ്. അതിന്റെ 4-5 കാര്യങ്ങൾ നമ്മൾ ഇന്നലെ ഏറ്റവും ഒടുവിൽ ചിന്തിച്ചിരുന്നു, ഓർമ്മ കാണും. സ്തോത്രം. ഒന്നാമത്, നമുക്ക് ലഭിച്ച, ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെയുള്ള വിശുദ്ധീകരണത്തിന്റെ തുടക്കം നീതീകരണത്തിലൂടെയാണല്ലോ. സ്തോത്രം. ആ നീതീകരണത്തിൽ നിലനിൽക്കുക, വിശുദ്ധീകരണത്തിൽ വളരുക. വൈറ്റ് ഷോസ് ദ ഫെസ്റ്റിവിറ്റി. സ്വർഗത്തിൽ നമുക്ക് ശോകമൂകതകളൊന്നുമില്ല. അവിടെ ആനന്ദം, പരമാനന്ദം തന്നെയാണ് എപ്പോഴും. ഉത്സവ പ്രതീതിയാണത്. സ്തോത്രം. ഉത്സവ പ്രതീതി. അപ്പോൾ വൈറ്റ്, ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ പ്രത്യേകിച്ച് ഉടുപ്പും കുപ്പായവും ഒന്നും കിട്ടുന്ന കാര്യമല്ലത്, അത് അവസ്ഥയാണ്. ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് ഓഫ് അറ്റ്മോസ്റ്റ് ജോയ് ഇൻ ഗാഡ്സ് പ്രസൻസ്. പ്രിയരെ, ഇവിടെ ഭൂമിയിൽ എല്ലാവിധ കഷ്ടങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും പാപപ്രലോഭനങ്ങളുടെയും ഒക്കെ നടുവിൽ ദൈവസാന്നിധ്യം അല്പമായി നാം അനുഭവിക്കുമ്പോൾ പോലും അതെന്തോ ഒരു സന്തോഷമാണ്, അല്ലേ? സ്തോത്രം. അനുഭവിച്ചിട്ടുള്ളവർക്കറിയാമല്ലോ അത്. ആ ദൈവസാന്നിധ്യം അത്രമാത്രം നമുക്ക് സന്തോഷകരമാണെങ്കിൽ, സ്വർഗത്തിൽ ദൈവത്തിന്റെ അക്ഷരീയമായ സന്നിധിയിൽ നമ്മൾ ചെന്നെത്തുന്നത്, നാം നമ്മുടെ സമയം ചെലവഴിക്കുന്നത്, അതിന്റെ സന്തോഷം ഊഹിക്കാവതാണോ? പ്രൈസ് ഗാഡ്. ദാവീദ് 16-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ, നിന്റെ വലത്തുഭാഗത്തെ പ്രമോദം. സ്തോത്രം. നിന്റെ സന്നിധിയിൽ എന്തുണ്ട്? സന്തോഷ പരിപൂർണത. പരിപൂർണത. നിന്റെ വലതു ഭാഗത്ത് എന്നും പ്രമോദങ്ങൾ. പ്രമോദങ്ങൾ. ഈ ഭൂമിയിലായിരുന്നു കൊണ്ടുപോലും, ഈ ഭൂമിയിലായിരിക്കുന്ന സമയത്ത് പോലും കർത്താവിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും പ്രമോദങ്ങളും ഉണ്ടെങ്കിൽ, അക്ഷരികമായ കർത്തൃസാന്നിധിയിലേക്ക് നമ്മൾ ചെന്നെത്തുമ്പോൾ ആ സന്തോഷത്തിന്റെ അളവ് ഊഹിക്കാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഈ വെള്ള കൊണ്ട് അതാണ് അർത്ഥമാക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ടാ ഇടയ്ക്ക് ഞാനൊരു കൊട്ടേഷൻ, കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് ഞാനൊരു കൊട്ടേഷൻ നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടിരുന്നു. സ്വർഗത്തിൽ ദൈവം അല്ലാതെ വേറെ ഒന്നും സന്തോഷത്തിനായിട്ടില്ല. അവിടെ ഗെയിംസും സ്പോർട്സും ആർട്സും കൾച്ചറൽ പ്രോഗ്രാംസും യൂട്യൂബും മറ്റ് സോഷ്യൽ മീഡിയാസും ഒന്നുമില്ല. അവിടെ യാതൊന്നുമില്ല. ദൈവം മാത്രമേ ഉള്ളൂ. ഒരേ ഒരു, ആ വാക്ക് ശരിയല്ലെങ്കിലും നമുക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ അങ്ങ് ഉപയോഗിക്കുന്നു, എന്റർടൈൻമെന്റ് ദൈവം മാത്രമേ ഉള്ളൂ. ആ ദൈവത്തെ ഇവിടെ സന്തോഷത്തോടെ അനുഭവിപ്പാൻ കഴിയാത്തവർക്ക് അതിലേക്ക് പ്രവേശനം ഉണ്ടാവില്ല.
നീ അഥവാ ഒരുത്തൻ അവിടെ അങ്ങനെയുള്ള ഒരുത്തൻ ചെന്ന് പെട്ടാലും ആ സ്വർഗം പോലും അവന് സന്തോഷം ആയിരിക്കില്ല. സ്തോത്രം. ഞാനൊരിക്കല് ട്രെയിനിലെ വേനൽക്കാലത്ത് വേറെ ടിക്കറ്റ് ലഭിക്കാഞ്ഞത് കൊണ്ട് സെക്കൻഡ് AC യാത്ര ചെയ്തു. തേർഡ് AC ആണ് ഏറ്റവും താഴെ, അതിന് മുകളിൽ സെക്കൻഡ് AC. ഒരു പ്രാവശ്യം ഞാൻ ഒന്ന് ഫ്രഷപ്പ് ആകാൻ വേണ്ടിയിട്ട് വാഷ്റൂമിന്റെ സൈഡിലേക്ക് ഒന്ന് വന്നപ്പോ 2 ചെറുപ്പക്കാര് ട്രെയിനിന്റെ ബോഗിയുടെ വാതിൽ തുറന്നിട്ടിട്ട് ആ വാതിൽക്കൽ പുറത്തോട്ട് കാലും വെച്ച് വാതിൽക്കൽ ഇരിക്കുന്നു. വണ്ടി വളരെ വേഗതയിൽ പോയിക്കൊണ്ടിരിക്കുക. ഞാൻ കണ്ടു, ഇവരെ നോക്കി. അപ്പൊ എനിക്ക് മനസ്സിലായി ഇവര് സെക്കൻഡ് AC ബുക്ക് ചെയ്ത് യാത്ര ചെയ്യുന്നവരാ. ഞങ്ങളുടെ അതേ ക്യാബിനിൽ ഉള്ള 2 ചെറുപ്പക്കാരാ. TT വന്ന് ഇവരുടെ ടിക്കറ്റ് ചെക്ക് ചെയ്തതും ഇവർ ഓഥറൈസ്ഡ് യാത്രക്കാരാണെന്ന് സ്ഥിരീകരിച്ചതുമാണ്. അതുകൊണ്ട് എനിക്ക് അവരെ മനസ്സിലായി. എന്നാലും ഒരു പരിചയമില്ലാത്തവരെ ഇവരോട് ഞാൻ എന്ത് സംസാരിക്കാനാ എന്ന് വിചാരിച്ച് ഞാൻ മനസ്സിൽ ചിന്തിച്ചു, സെക്കൻഡ് AC ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് റിസർവേഷൻ ചെയ്തിട്ട് ഈ കാറ്റും വെയിലും കൊണ്ട് ഈ ബോഗിയുടെ വാതിൽക്ക് വന്നിരിക്കുക. ഞാൻ അവിടെ കൈയും മുഖവും കഴുകിക്കൊണ്ടിരിക്കുമ്പം തന്നെ ഒരു ട്രെയിനിലെ അധികാരിയായ ഒരു മനുഷ്യൻ വന്നിട്ട് ഇവരെ വഴക്ക് പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേപ്പിച്ചു. എന്നിട്ട് അവരോട് ചോദിച്ചത്, നിങ്ങൾ എന്തൊരു മണ്ടന്മാരാടാ, സെക്കൻഡ് AC കാശ് കൊടുത്ത് റിസർവേഷൻ ചെയ്തിട്ട് ഈ കക്കൂസിന്റെ വാതിക്ക് വന്നിരിക്കുകയാണോ നീയൊക്കെ? പിന്നെ എന്തിനാടാ നീയൊക്കെ ഈ റിസർവേഷൻ ചെയ്തത്? എന്ത് മനസ്സിലായി? ഇവർ ലോക്കൽ ബോഗിയിൽ യാത്ര ചെയ്ത് പരിചയമുള്ളവരാ. അവർക്ക് അതാണ് എൻജോയ്മെന്റ്. ഇച്ചിരി കാറ്റും വെയിലും ഒക്കെ കൊണ്ട്, വേനൽക്കാലമാണെന്ന് ഓർത്തോണം, നോർത്ത് ഇന്ത്യയിലെ വേനൽക്കാലത്തായത്. അവർക്ക് അതാണ് അവർ പരിചയിച്ചിട്ടുള്ളത്. അവർക്ക് അതുകൊണ്ട് അടച്ചുപൂട്ടി AC കോച്ചിനകത്തിരിക്കുന്നത്, അധികം ശബ്ദമൊന്നും ഉണ്ടാക്കാതൊക്കെ ഇരിക്കുന്നത് വലിയ പ്രയാസമാണ്. ഇനി അവർ റിസർവേഷൻ ചെയ്തെങ്കിൽ പോലും അങ്ങനെയുള്ള ഒരു കോച്ചിൽ ഇരിക്കാൻ പ്രയാസപ്പെടും. എനിക്കറിയാം ചില വ്യക്തികളെ AC കോച്ചിലൊക്കെ റിസർവേഷൻ ചെയ്തിട്ട് അകത്ത് അവർക്ക് കിടക്കാൻ പ്രയാസമാണ്. ആ പരിചയമില്ലാത്തത് കൊണ്ട് അവര് രാത്രി ഉറങ്ങാൻ അതുകൊണ്ട് കോച്ചിന് പുറത്ത് ഈ കോച്ചിന്റെ അറ്റൻഡേഴ്സ് കിടക്കുന്നിടത്ത് വന്ന് കിടക്കുന്നത്. ഇതുപോലെ ഈ ലോകത്തിൽ മറ്റു പലതിലും സുഖവും രസവും സന്തോഷവും കണ്ടെത്തി ജീവിച്ച വ്യക്തികൾ സ്വർഗത്തിൽ എത്തത്തില്ല. ഇനി എങ്ങനെയെങ്കിലും അവരങ്ങ് എത്തിപ്പെട്ടാലും അവരവിടെ കിടന്ന് വെപ്രാളപ്പെടും. എങ്ങനെങ്കിലും അവർക്കൊന്ന് പുറത്തിയാടിയാൽ മതി. അവരെ ചെന്ന് പറയേണ്ട, കർത്താവേ, ഞങ്ങൾക്ക് ഇവിടെ ഒരു സുഖവും തോന്നുന്നില്ല, ഞങ്ങൾക്ക് ഇവിടെ അല്ല നല്ലത്, ഞങ്ങൾക്ക് മറ്റിടത്തേക്കാ, പ്ലീസ്. എന്നാൽ ഈ ലോകത്തിൽ വെച്ച് തന്നെ കർത്താവിന്റെ സന്നിധിയിലെ സന്തോഷ പരിപൂർണതയും അവന്റെ വലത്തുഭാഗത്തെ പ്രമോദങ്ങളും അനുഭവിക്കുന്നവർ, ആസ്വദിക്കുന്നവർ, അവർക്ക് കർത്താവ് തന്നോടുകൂടെ വസിക്കുവാൻ ഇടം നൽകുമ്പോൾ, അവസരം നൽകുമ്പോൾ അവരുടെ ഏറ്റവും വലിയ ആനന്ദമായിരിക്കും അത്. അതാണ് ഫെസ്റ്റിവിറ്റി. പുരാതന ലോകത്ത് ഉത്സവം ആചരിക്കുന്ന ജനം വെള്ള ധരിക്കുന്നത് പതിവായിരുന്നു. നാം അതിന്റെ രണ്ടാമത് കണ്ടു, ഇറ്റ് ഷോസ് വിക്ടറി, വിജയത്തെ കാണിക്കുന്നു.
പ്യൂരിറ്റി. സ്തോത്രം. ഏറ്റവും ഒടുവിലായി നാം പറഞ്ഞു നിർത്തിയത് നമുക്ക് ലഭിപ്പാൻ പോകുന്ന പുനരുത്ഥാന ശരീരത്തിന്റെ തേജസ്സിനെയാണ് ഇത് കാണിക്കുന്നത്. ഇതെല്ലാം ഒരുമിച്ച് ഉള്ള ഒരു അനുഭവമാണ് വെള്ള ധരിക്കുക അല്ലെങ്കിൽ വെള്ളയുടുപ്പ് ലഭിക്കുക എന്നതിന്. ഇന്നലെ നമ്മൾ എളുപ്പം നിർത്തിയത് കൊണ്ട് സംശയം ചോദിക്കാനൊന്നും അവസരം കിട്ടിയിരുന്നില്ല. എന്തെങ്കിലും ഇത്രയും കാര്യങ്ങളിൽ വിശദീകരണം വേണമെങ്കിൽ ചോദിച്ചാട്ടെ. പാസ്റ്റർ, നീതിയിൽ നിലനിൽക്കുവാൻ നാം പ്രവർത്തിക്കണമെന്ന് പറഞ്ഞല്ലോ, അത് വിശുദ്ധ ജീവിതമാണോ? അതെ. കർത്താവ് നമ്മെ നീതീകരിക്കുന്നു, നമ്മെ നീതിമാന്മാരാക്കുന്നു. ആ നീതിയിൽ തന്നെ നാം നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ കർത്താവ് നമ്മെ കഴുകി വെടിപ്പാക്കി വച്ചിരിക്കുന്ന വിശുദ്ധ ജീവിതത്തിലൂടെ നാം വളരുക. പെർഫെക്റ്റിംഗ് ഹോളിനെസ് ഇൻ ദ ഫിയർ ഓഫ് ഗാഡ്. ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചെടുക്കുന്ന ജീവിത ശൈലിയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു സംശയം ചോദിച്ചോട്ടെ പാസ്റ്റർ, ഈ മർത്തോമ CSIക്കാരിലെ അച്ഛന്മാരൊക്കെ വെള്ള കുപ്പായ ഇടുന്നത്, ഈ ഓർത്തഡോക്സിലെ അച്ഛന്മാരെന്താ ഈ കറുത്ത കുപ്പായം ഇടുന്നേ? നമ്മൾ പടിമത്തി കൊടുത്ത് കാണിക്കുന്നില്ല, കറുപ്പ് ധരിച്ചെന്ന് കാണിക്കുന്നുണ്ട്. പക്ഷെ ഈ അവര് കറുപ്പ് മാത്രമല്ല, അവര് ചില സമയത്ത് കാവിയും ഇടാറുണ്ട്. ഈ കറുപ്പ് ഒന്ന് മരണവേളകളിൽ, മരണ ശുശ്രൂഷകളിൽ അവർ ഉപയോഗിക്കാറുണ്ട്. എൻ്റെ മൂത്ത അളിയൻ, എൻ്റെ മൂത്ത പെങ്ങളുടെ ഹസ്ബൻഡ് ഓർത്തഡോക്സിലെ അച്ഛനായിരുന്നു. കല്യാണത്തിന് ശേഷമാണ് അച്ഛപ്പട്ടം കിട്ടിയത്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഓർഡിനേഷൻ. ഞങ്ങളെല്ലാവരും അതിൽ പങ്കെടുത്തിരുന്നു. ഞാനന്ന് കൊച്ചുകുട്ടിയാ. അന്ന് അച്ചപ്പട്ടം കിട്ടുന്ന ആള് ഉൾപ്പെടെ ഒത്തിരി അച്ഛന്മാരും ബിഷപ്പുമാരും ഒക്കെ ഉണ്ടായിരുന്നു. ഈ അച്ഛന്മാരെല്ലാവരും ഇട്ടിരുന്നത് കറുപ്പായിരുന്നു. അപ്പൊ ഞങ്ങൾ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം അളിയനോട് ചോദിച്ചു, എന്താ ഇത്രയും സന്തോഷകരമായ ഒരു സന്ദർഭത്തിൽ എല്ലാവരും കൂടെ കറുപ്പ് കൊടുത്തത്? അപ്പൊ പറഞ്ഞു, അവർക്കൊരു നിയമമുണ്ട്. ഇങ്ങനെയുള്ള ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ഈ അച്ഛന്മാര് ഉപയോഗിക്കുന്ന കുപ്പായം ബിഷപ്പുമാർക്ക് കൊടുക്കണം. എന്നാൽ കറുപ്പാണെങ്കിൽ ബിഷപ്പിന് വേണ്ട. കറുപ്പല്ലാതെ മറ്റ് ഈ കാവിയും അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിൽ അത് ആ ശുശ്രൂഷ കഴിഞ്ഞിട്ട് ബിഷപ്പ് ഹൗസിൽ സബ്മിറ്റ് ചെയ്യണം, കൊടുക്കണം. അതുകൊണ്ട് അങ്ങനെ ഓരോ ശുശ്രൂഷയ്ക്കും കൊടുക്കുന്ന കുപ്പായം ഈ ബിഷപ്പിന് കൊടുത്തിട്ട് പോരുന്നാൽ ഇവരുടെ ഗതി എന്താകും? അതുകൊണ്ട് അത് കൊടുക്കാതിരിക്കാൻ വേണ്ടിയാണ് അവർ കറുപ്പ് അങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഉപയോഗിക്കുന്നത്. അല്ലാതെ ഈ ദുഃഖത്തിന്റെ പ്രതീകമായിട്ട് ശവസംസ്കാര ചടങ്ങുകളിൽ അവർ കറുപ്പ് ഉപയോഗിക്കുക, അത് ദുഃഖത്തിന്റെ പ്രതീകമായിട്ട് തന്നെയാണ്. മറ്റേത് ഈ കാരണത്താലാണ്. എന്നാൽ അവരുടെ യാക്കോബക്കാരും അവരെല്ലാവരും അവരുടെ സാധാരണ ശുശ്രൂഷകളിൽ വെള്ളക്കുപ്പായം തന്നെയാണ് ഉപയോഗിക്കാറുള്ളത്. എല്ലാ അച്ഛന്മാരും വെള്ളക്കുപ്പായം തന്നെയാണ് ഉപയോഗിക്കുന്നത്. അവരുടെ പിന്നെ പ്രത്യേക ശുശ്രൂഷ സമയങ്ങളിലെ സ്ഥാന വസ്ത്രങ്ങളുണ്ട്, അതേ ഉള്ളൂ ഇങ്ങനെ മറ്റു പല കളറുകളിൽ ഉപയോഗിക്കുന്നത്. അത് ഓർത്തഡോക്സ് യാക്കോബക്കാർക്ക് മാത്രമേ ഉള്ളതാണ്. ഓക്കെ, ശരി. മറ്റ് സംശയങ്ങൾ നമ്മുടെ വിഷയത്തോടനുബന്ധിച്ച് ഒന്നും ഇല്ലെന്ന് നിങ്ങളുടെ മൗനത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സ്തോത്രം. മറ്റൊരു വാഗ്ദത്തമാണ്. അതിൻ്റെ 4-ാമത്തെ വാക്യം ഒന്നും കൂടെ നമുക്ക് വായിക്കാമല്ലോ. എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ
സർദീസിൽ നിനക്കുണ്ട്. അടുത്തതും കൂടെ. അവർ യോഗ്യന്മാരാകയാൽ വെള്ള ധരിച്ചുകൊണ്ട് എന്നോടുകൂടെ നടക്കും. ജയിക്കുന്നവർ വെള്ള ഉടുപ്പ് ധരിക്കും. അവന്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ എന്റെ പിതാവിന്റെ സന്നിധിയിലും അവന്റെ ദൂതന്മാരുടെ മുമ്പിലും അവന്റെ പേർ ഏറ്റുപറയും. അടുത്ത ഒരു ഗ്യാരണ്ടി, അടുത്ത ഒരു വാഗ്ദത്തമാണ് അവിടെ ഉള്ളത്. വിശദീകരണം ആവശ്യമില്ല, നമ്മൾ നേരത്തെ ചെയ്തു കഴിഞ്ഞു. എന്നാൽ ഇവിടെ തൊട്ടുവിടുന്നു. Their names will not be blotted out from the book of life. ജീവപുസ്തകത്തിൽ നിന്ന് ഇവരുടെ പേര്, നമ്മുടെ പേര് മായിച്ചു കളകയില്ല എന്ന ഒരു ഉറപ്പ്, a guarantee is given here as a promise that our names will not be erased from the book of life, blotted out from the book of life. ജീവപുസ്തകത്തിൽ നിന്ന് നമ്മുടെ പേരുകൾ മായിച്ചു കളയുകയില്ല എന്ന ഒരു വാഗ്ദത്തം. നമ്മളത് നേരത്തെ തന്നെ കണ്ടു. അതായത് മുമ്പേ നമ്മൾ പഠിച്ചതുപോലെ യോഗ്യന്മാരായി ഉടുപ്പ് മലിനം ആകാത്തവരുടെ പേരുകൾ ജീവപുസ്തകത്തിൽ ഉണ്ടായിരിക്കും. ജീവപുസ്തകത്തിൽ നിന്ന് അവരുടെ പേരുകൾ മായ്ക്കപ്പെടുകയില്ല. ഏതോ ഒരു പാട്ടിനകത്തിലുണ്ടല്ലോ, സ്വർഗത്തിൽ നമ്മുടെ പേരെഴുതിയിരിക്കുന്നു, സാത്താനും അത് മായ്ച്ചു കളയുവാൻ അസാധ്യം എന്ന്. ആ പാട്ട് ഞാൻ മറന്നുപോയി. നമ്മുടെ പേര് ഈ ലോകത്തിലെ പല സ്ഥാനമാനങ്ങൾക്കും പ്രൊമോഷനും അപ്പോയിന്റ്മെന്റിനും പിന്നെ ചില പ്രത്യേക അവാർഡുകൾക്കുമൊക്കെ നമ്മുടെ പേര് എഴുതിയാലും സെലക്ട് ചെയ്താലും നമ്മൾ അവിടേക്ക് എത്തണമെന്നൊന്നും ഇല്ല. ഈ കഴിഞ്ഞൊരു ദിവസം നമ്മുടെ ചർച്ചസിലെ ഒരു കാര്യം ഞാൻ കേട്ടു. നമ്മുടെ പെന്തക്കോസ്ത് സഭകളിലെ നാട്ടിലെ കാര്യമാണ്. ട്രാൻസ്ഫറിന്റെ സമയത്ത് ഒരു പാസ്റ്റർ അദ്ദേഹത്തിന് വളരെ അടുത്ത ബന്ധമുള്ള 1-2 സഹോദരങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, പ്രാർത്ഥിക്കണേ, എനിക്ക് ട്രാൻസ്ഫർ ഇന്ന സ്ഥലത്തേക്ക്, ഞാൻ സ്ഥലവും കാര്യങ്ങളൊന്നും പറയുന്നില്ല, ഇന്ന ചർച്ചിലേക്കാണ്. ചർച്ച് വലിയൊരു ചർച്ച, വലിയ ചർച്ചും വളരെ നല്ല വരുമാനവും, എൻ്റെ അറിവിൽ 1 ലക്ഷത്തിന് മുകളിൽ മാസ വരുമാനം ലഭിക്കുന്ന ചർച്ച്. അവിടേക്ക് പോകാൻ അതുകൊണ്ട് ആൾക്കാർക്ക് പിടിയാ. അപ്പൊ ഇദ്ദേഹം പ്രത്യേകിച്ച് ആരോടും ഒന്നും പറയാതെയൊക്കെ അവിടേക്ക് ട്രാൻസ്ഫർ ലഭിച്ചു. അവരുടെ സഭാ കാര്യാലയത്തിൽ, ഓഫീസിൽ നിന്ന് അറിവ് കിട്ടി, ഇന്ന സ്ഥലത്തേക്കാണ് ഈ ദൈവദാസന് ട്രാൻസ്ഫർ. അദ്ദേഹത്തിന് വളരെ സന്തോഷം തോന്നി. അദ്ദേഹം റെക്കമെൻഡേഷൻ ഒന്നും ചെയ്യാതെ കിട്ടിയ ഒരു ട്രാൻസ്ഫർ. അദ്ദേഹം ഈ അടുത്ത സഹോദരങ്ങളെ വിളിച്ചു പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞപ്പം ഈ ദൈവദാസൻ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദറെ, അവിടേക്ക് വേറൊരാളിനെയാണ് ഇപ്പം വിട്ടേക്കുന്നത്. നമ്മുടെ പേരിൽ എഴുതിയ നിയമനങ്ങൾ, നമ്മുടെ പേരിൽ വെച്ച പ്രൊമോഷന്റെ, സ്ഥാനക്കയറ്റത്തിന്റെ ഒക്കെ കാര്യങ്ങൾ അട്ടിമറിക്കപ്പെടാം. കഴിഞ്ഞ ദിവസം ഞാൻ പത്രത്തിൽ വായിച്ചു, നമ്മുടെ കേരളത്തിലെ ഒരു സിനിമാ ഗായികയ്ക്ക് ഒരു പ്രത്യേക
അവാർഡ് ജൂറി തീരുമാനിച്ചുറപ്പിച്ചു. പക്ഷേ അവാർഡ് ഡിസ്ട്രിബ്യൂഷൻ സമയത്ത്, വിതരണ സമയത്ത് കിട്ടിയത് മറ്റൊരു സംസ്ഥാനത്തെ ഗായികയ്ക്കാണ്. കുറെ വർഷങ്ങൾ കഴിഞ്ഞു, കുറെ വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ്. ഇപ്പോൾ അതിന്റെ ജൂറിയിൽ ഉണ്ടായിരുന്ന ഒരാളെ പത്രത്തിൽ വെളിപ്പെടുത്തിയിരിക്കുക. വേറൊരു പ്രോഗ്രാമിൽ വെച്ച് അദ്ദേഹം ഇത് പറഞ്ഞു, പത്രക്കാരത് അച്ചടിച്ചു. ഈ ലോകത്തിൽ, അത് സിനിമാ രംഗത്തായാലും രാഷ്ട്രീയ രംഗത്തായാലും നമ്മുടെയൊക്കെ സഭാ സ്ഥാപന രംഗങ്ങളിലായാലും നമ്മുടെ പേരിൽ നമുക്ക് അർഹമായത് നമ്മുടെ പേരിൽ എഴുതി വെച്ചിരിക്കുന്നത് പോലും അവസാന നിമിഷത്തിലും വേറെ ആരെങ്കിലും ഒക്കെ അടിച്ചുകൊണ്ട് പോകാം. ആ ഒരു സന്ദർഭത്തിലാണ് നമുക്ക് ഈ വാക്കുകളുടെ പ്രസക്തി മനസ്സിലാകുന്നത്. സ്തോത്രം. നമുക്ക് വേറെ ഒരു സ്വാധീനവും ചെലുത്താനില്ലെങ്കിലും, നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യാൻ വേറെ ആരും ഇല്ലെങ്കിലും, നമ്മുടെ കർത്താവ് നമുക്ക് ഉറപ്പ് തരികയാണ്, ഉടുപ്പും മലിനമാകാതെ സൂക്ഷിച്ചാൽ, ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും കൈവിടാതെ വഷളായി പോകാതെ നാം നിലനിന്നാൽ, ജീവന്റെ പുസ്തകത്തിൽ എഴുതിയ നമ്മുടെ പേരിനെ മായ്ച്ചു കളയാൻ ആർക്കും കഴിയുകയില്ല. സ്തോത്രം. കർത്താവ് നമുക്കത് ഉറപ്പ് തരികയാണ്. പ്രിയരെ, ഇവിടുത്തെയൊക്കെ സ്ഥാനവും മാനവും എല്ലാം ആരെങ്കിലുമൊക്കെ അടിച്ചുകൊണ്ട് പോന്നെങ്കിൽ പോകട്ടെന്നേ. ഒരാൾ എഴുതിയ പാട്ട് വേറെ ഒരാൾ എഴുതിയതാണെന്നും പറഞ്ഞ് പ്രസിദ്ധീകരിക്കുന്ന ക്രൈസ്തവ ലോകത്തെ കാര്യം പറയുന്നത്. പുറത്തോട്ട് നമുക്ക് പോകണ്ടല്ലോ. പെന്തക്കോസ്ത് ലോകത്തെ കാര്യമാണ്. ഒരാൾ എഴുതി ട്യൂൺ ചെയ്ത് ഇറക്കിയ പാട്ട്, ആ പാവത്തിന് ചിലപ്പോൾ CD-യും കാസറ്റും ഒന്നും നോക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ വേറെ ചിലര് അത് കട്ടെടുത്ത് പ്രസിദ്ധീകരിക്കുന്നു സ്വന്തം പേരിൽ. ഒന്നിലധികം പാട്ടുകൾ അങ്ങനെ ഇറക്കിയത് എനിക്കറിയാം. ഞാൻ ചിലരോട് ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. ഇതൊക്കെ അടിച്ചു മാറ്റും. കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് പത്രവാർത്തകളിൽ നമ്മൾ കണ്ടതാണല്ലോ, PhD-ക്കുള്ള പ്രബന്ധം പോലും അടിച്ചു മാറ്റുന്നത്. PhD-ക്ക് ഉള്ള പ്രബന്ധം, തീസീസ് പോലും, റിസർച്ചിന്റെ അതുപോലും അടിച്ചു മാറ്റുന്ന സംഗതികളുണ്ട്. എന്നാൽ കർത്താവ് നമുക്ക് ഉറപ്പ് തരിക, ലോകത്തിൽ അങ്ങനെ എന്തെല്ലാം നമുക്കർഹമായത് ലഭിക്കാതെ പോയാലും, നമ്മുടെ പേരിൽ വരേണ്ടത് അവസാന നിമിഷങ്ങളിൽ മറ്റാർക്കെങ്കിലുമൊക്കെ വീതിച്ചു കൊടുത്താലും, കുടുംബത്തിനകത്തോ ജോലി സ്ഥലത്തോ സഭാ അന്തരീക്ഷത്തിലോ ഒക്കെ അങ്ങനെ ആയാലും സാരമില്ല. ജീവന്റെ പുസ്തകത്തിൽ നമ്മുടെ കർത്താവ് എഴുതിയ പേര്, അതിനെ സ്വാധീനിക്കാൻ ഉലകത്തിൽ ഒരു ശക്തിക്കും കഴിയില്ല. കർത്താവ് നമുക്ക് ഉറപ്പ് തരികയാണ്, നിങ്ങളുടെ പേര് അവിടെ കാണും. സ്തോത്രം. ഞാനാണ് എഴുതിയത്, മായിക്കുന്നെങ്കിൽ മായിക്കേണ്ടതും ഞാനാണ്. പക്ഷേ നീ ഉടുപ്പ് മലിനമാക്കാത്തിടത്തോളം കാലം നിന്റെ പേര് ജീവപുസ്തകത്തിൽ നിന്ന് ഞാൻ മായിച്ചു കളയുകയില്ല. ഹല്ലേലൂയ. നമുക്കുള്ള വാഗ്ദത്തമാണ്. പ്രിയരെ, നമ്മുടെ ഉടുപ്പ് മലിനമാകാതെ ജീവിതത്തെ നമുക്ക് സൂക്ഷിക്കാം. പലപ്പോഴും നമ്മൾ പഠിച്ചിട്ടുള്ളതുപോലെ ഉപദേശത്തെ സൂക്ഷിക്കാം, ജീവിതത്തെ സൂക്ഷിക്കാം, കൂട്ടായ്മയെ സൂക്ഷിക്കാം. കുറഞ്ഞത് ഈ 3 തലങ്ങളെങ്കിലും നാം സൂക്ഷിക്കുക വിശുദ്ധിക്ക് വേണ്ടി. സ്തോത്രം. നമ്മുടെ ഉപദേശം, ഡോക്ട്രിൻസ് മലിനമാകരുത്. നമ്മുടെ ജീവിതം
അവർ ലൈഫ് മലിനമാകരുത്, സോയിൽഡ് ആകരുത്. നെവർ let our doctrines be soiled. Never let our life, practical life, be soiled. Also our fellowship. നമ്മുടെ കൂട്ടായ്മയിലും നാം വിശുദ്ധി പാലിച്ചാൽ നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ ഇരിക്കും. നമുക്കറിയാം, നമ്മുടെ പേര് ജീവപുസ്തകത്തിൽ ഉണ്ടെങ്കിൽ എന്താണ് ഭാഗ്യം? Revelation 21 ലാസ്റ്റ് വേഴ്സ്, വെളിപ്പാട് 21 അവസാനത്തെ വാക്യം. കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവരല്ലാതെ അശുദ്ധമായത് യാതൊന്നും മ്ലേച്ഛതയും ഭോഷ്കും പ്രവർത്തിക്കുന്നവൻ ആരും അതിൽ കടക്കുകയില്ല. സ്തോത്രം. പുത്തനാം യെരൂശലേമിൽ ഇന്നലെ നമ്മൾ കണ്ടതുപോലെ കർത്താവിനോടൊത്ത് നമുക്ക് വാസം ചെയ്യുവാൻ, അവിടേക്ക് പ്രവേശനം ലഭിക്കണമെങ്കിൽ ജീവന്റെ പുസ്തകത്തിൽ പേരുള്ളവരായിരിക്കണം. അപ്പോൾ കർത്താവ് നമ്മുടെ പേര് ജീവപുസ്തകത്തിൽ നിന്നും മായ്ച്ചു കളകയില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന ഭാഗ്യമാണ് കുഞ്ഞാടിനോടുകൂടെ, ദൈവകുഞ്ഞാടായ നമ്മുടെ കർത്താവിനോടുകൂടെ, സിംഹാസനസ്ഥനായ പിതാവായ ദൈവത്തോടുകൂടെ, സിംഹാസനത്തിന്റെ മുൻപിലുള്ള പരിശുദ്ധാത്മാവോടുകൂടെ പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരത്തിൽ നമുക്ക് പ്രവേശിക്കുവാൻ ദൈവം ഭാഗ്യം തരും. ഇതാണ് ആ വാഗ്ദത്തത്തിന്റെ അർത്ഥം. കൂടുതൽ അതിനെപ്പറ്റി പറയേണ്ടതില്ലല്ലോ, നമ്മൾ നേരത്തെ അതിനെപ്പറ്റി ചിന്തിച്ചിരുന്നു. എങ്കിലും അതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചാട്ടെ. ഒന്നുമില്ല. അടുത്ത വാഗ്ദത്തം അതേ വാക്യത്തിൽ നമ്മൾ വായിച്ചു. Christ will confess our names before the Father and the holy angels. ഉടുപ്പ് മലിനമാകാത്ത ജീവന്റെ പുസ്തകത്തിൽ പേരുകളുള്ള വിശുദ്ധന്മാരുടെ പേരുകൾ കർത്താവ് എന്ത് ചെയ്യും? പിതാവിന്റെ സന്നിധിയിലും ദൂതന്മാരുടെ മുൻപിലും ഏറ്റുപറയും. സ്തോത്രം. ദൂതന്മാരുടെ മുമ്പിലും ഏറ്റുപറയും. അതിലും കൂടുതൽ വിശദീകരണം നമുക്ക് ആവശ്യമില്ലെന്നാണ് ഞാൻ കരുതുന്നത്. നമ്മൾ അതേപ്പറ്റിയും നേരത്തെ ചിന്തിച്ചിട്ടുണ്ടല്ലോ. സ്തോത്രം. പ്രത്യേകിച്ച് നാം ഗിരിപ്രഭാഷണം പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് മത്തായി 7:21 മുതൽ 23 വരെയുള്ള വാക്യങ്ങളെ പറ്റി പഠിക്കുമ്പോൾ ഇതേ സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ഓർമ്മ കാണുമെന്ന് ഞാൻ കരുതുന്നു. സ്തോത്രം. Here it is Christ confessing, acknowledging his sins before the presence of the Father and of the holy angels. പിതാവായ ദൈവത്തിന്റെയും സ്തോത്രം വിശുദ്ധ ദൂതന്മാരുടെയും മുൻപിൽ തനിക്കുള്ളവരെ തള്ളിക്കളയാതെ അവരെ ഏറ്റുപറയുന്ന, അംഗീകരിക്കുന്ന ഒരു അവസ്ഥയാണ് നാം ഇവിടെ കാണുന്നത്. സ്തോത്രം. പ്രൈസ് ഗാഡ്. ലൂക്കോസ് 12:8-9, ലൂക്ക് 12:8-9. മനുഷ്യരുടെ മുമ്പിൽ ആരെങ്കിലും എന്നെ ഏറ്റു പറഞ്ഞാൽ അവനെ മനുഷ്യപുത്രനും ദൈവദൂതന്മാരുടെ മുൻപാകെ ഏറ്റു പറയും. മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളി പറയുന്നവനെ
ദൈവദൂതന്മാരുടെ മുമ്പിൽ തള്ളി പറയും. സ്തോത്രം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. There are two sorts of people, both in this world and also the world to come. Two sorts of people. One, about whom the Lord will be ashamed. And the second group, for whom God will not be ashamed of. വളരെ സരളമായ രണ്ട് തരത്തിലുള്ള ആൾക്കാർ. ഈ ലോക ജീവിതത്തിലും വരുവാനുള്ളതിലും ഇങ്ങനെയുള്ള രണ്ടായിട്ടാണ് കർത്താവ് ജനങ്ങളെ തിരിക്കുന്നത്. ഒന്ന്, തനിക്കുള്ളവരെന്ന് ഏറ്റുപറയുവാൻ ദൈവം ലജ്ജിക്കുന്ന ഒരു കൂട്ടരുണ്ട്. മറ്റൊരു കൂട്ടർ, അവർ ദൈവത്തിന്റെ സ്വന്തമെന്ന് ദൈവത്തിന് എവിടെയും ഏറ്റുപറയുവാൻ ഒരു ലജ്ജയും ഇല്ലാത്ത കൂട്ടർ. സ്തോത്രം. ഇന്ന് നമുക്ക് നമ്മെ പരിശോധിക്കേണ്ടത് നാം ഇതിൽ ഏതിൽ പെടും എന്നുള്ളത്. ദൈവത്തിന് നമ്മളെ ദൈവത്തിൻ്റെത് എന്ന് ഏറ്റുപറയുവാൻ നാണം തോന്നുമോ? അതോ ദൈവത്തിന് നമ്മെക്കുറിച്ച് അഭിമാനമായിരിക്കുമോ തോന്നുന്നത്? സ്തോത്രം. എബ്രായ ലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ. സ്തോത്രം. ആകയാൽ ദൈവം അവരുടെ ദൈവം വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. അബ്രഹാം തുടങ്ങിയ ഭക്തന്മാരെ കുറിച്ച് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ പറഞ്ഞു വരുമ്പോൾ പറയുകയാണ്, അവര് വിട്ടുപോകുന്നതിനെ ഓർത്ത് തിരിച്ചുപോയില്ല. ഓർക്കാനില്ലായിരുന്നോ? ഉണ്ടായിരുന്നു. വിട്ടുപോകുന്നതിനെ ഓർക്കാൻ അവർക്കുണ്ടായിരുന്നു. സ്തോത്രം. പക്ഷേ അവര് വിട്ടുപോകുന്നതിനെ ഓർത്ത് വിട്ടുപോകുന്നതിലേക്ക് തിരിച്ചുപോയില്ല. അവർക്ക് അന്നേരം ദൈവം കൊടുത്തത് വാഗ്ദത്തം കൊടുത്തു. വാഗ്ദത്ത ദേശത്താണ് അവര് പാർത്തത്. 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, വിട്ടുപോകുന്ന ചിലത്, അതിനെ ഓർത്ത് അങ്ങോട്ട് അവർ പോയില്ല. They did not have any regret for what they left behind. Never they were contemplating of those left out things and not contemplating to go back. വിട്ടുപോകുന്നതിനെ കുറിച്ച് അവർ ഓർക്കുകയോ അതിലേക്ക് തിരിച്ചു പോകുവാൻ അവർ ചിന്തിക്കുകയോ ചെയ്തില്ല. സ്തോത്രം. വിട്ടുപോകുന്നത് എന്തുവാ? പിതൃദേശമാ. അവരുടെ തലമുറകളെ കുറിച്ച് വായിക്കുന്ന രസം. അടിമദേശത്ത് വല്ലതും വിട്ടുപോരുന്നവര്, അടിമദേശമാ വിട്ടുപോരുന്നത്, ഊഴിയ വേലയാ വിട്ടുപോരുന്നത്. പക്ഷേ വിട്ടുപോകുന്ന അടിമത്വത്തെ കുറിച്ച് പോലും അവരിങ്ങനെ സുഖകരമായിട്ട് ഓർത്തോണ്ടിരിക്കുക. അങ്ങ് തിരിച്ചു പോയാൽ എന്താന്നാ ചിന്തിക്കുന്നത്. പക്ഷെ അവരുടെ പിതാക്കന്മാർ വിട്ടുപോകുന്നത് പിതൃദേശമാ. അവർക്ക് അവകാശമായി ലഭിക്കേണ്ട അവരുടെ ഇൻഹെറിറ്റൻസ്, അവരുടെ അവകാശ ദേശമാണ് അവർ വിട്ടുപോകുന്നത്. എന്നിട്ടുകൂടെ അവരെന്ത് ചെയ്തില്ല?
they were not regretful. ദൈവമക്കളെ വളരെ ഓർത്തോണം. Let there have nothing in our lives to regret about. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് ഒന്നിനെ കുറിച്ചും എന്തുണ്ടാകരുത്? റിഗ്രറ്റ്. ഓർത്ത് അത് കിട്ടിയിരുന്നെങ്കിൽ, എനിക്കത് ലഭിച്ചില്ലല്ലോ, അതിനൊരു അവസരം ഉണ്ടായിരുന്നെങ്കിൽ എന്ന ഒരു നിരാശ നമുക്കൊരിക്കലും ഉണ്ടാകരുത് കേട്ടോ. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ? There are so many people, so-called spiritual ones, they regret about their repentance. There are so many people who regret about their past decisions. The decisions they made for the sake of Christ, because of the gospel, because of the conviction of divine things. But they are regretting today. There are so many young people who regret about their commitment for the Lord. There are so many pastors who regret about their decisions to do God's ministry now. ഒത്തിരി യൗവനക്കാരെ എനിക്കറിയാം, കർത്താവിന് വേണ്ടി അവർ ചെയ്ത സമർപ്പണത്തെ കുറിച്ച് ദുഃഖിക്കുന്നവർ. അങ്ങനെ ഒരു തീരുമാനം എടുക്കണ്ടായിരുന്നു. സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയ പലരെ എനിക്കറിയാം, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി അവരെടുത്ത തീരുമാനങ്ങളെ കുറിച്ച് വേണ്ടായിരുന്നു എന്നിപ്പോൾ ചിന്തിക്കുന്നവർ. അങ്ങനെ ആത്മീയമായി നാം കൈക്കൊണ്ട യാതൊരു തീരുമാനത്തെക്കുറിച്ചും, നമ്മൾ കർത്താവിന്റെ നിമിത്തം വേണ്ടെന്ന് വെച്ച ഉപേക്ഷിച്ചതിനെ യാതൊന്നിനെയും കുറിച്ചും നാം എന്ത് ചെയ്യരുത്? ദുഃഖിക്കുന്നവരാകരുത്. They had, ഈ പിതാക്കന്മാർക്ക് അങ്ങനെ ദുഃഖിക്കാനും വിട്ടുപോരാനും ഉണ്ടായിരുന്നു. പക്ഷെ അവർ പോയോ? ഇല്ല, പോയില്ല. അതാണ് നാം 13 മുതൽക്കുള്ള വാക്യങ്ങളിൽ വായിക്കുന്നത്. ഹീബ്രൂസ് 11:13 ഫോളോയിങ്. അതേ സംബന്ധിച്ചാണ് 16 വരുമ്പോൾ, 16 വരുമ്പോൾ പറഞ്ഞത്, അതുകൊണ്ട് ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. ഇത് പാസ്റ്റ്. വിട്ടുപോകുന്നതിനെ ഓർത്ത് വിലപിക്കാഞ്ഞ വിശുദ്ധന്മാർ. 2, അതിന്റെ 8 മുതലുള്ള വാക്യങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ കാണുവാൻ സാധിക്കുന്നത്, അറ്റ് ദ പ്രസന്റ്, വർത്തമാനകാലത്തിൽ അവരിപ്പോഴെവിടെ താമസിക്കുന്നേ? വാഗ്ദത്ത ദേശത്ത്. ഓക്കെ, 13 following is a past, but 8 following, 8 to 11, 8 to 12 is what is their present condition. അവരുടെ വർത്തമാന കാലാവസ്ഥയാണ് 8 തൊട്ട് 12 വരെ. They are now staying, Abraham along with Isaac and Jacob, they are staying there in the promised land. ഇത് നിനക്കും നിന്റെ സന്തതികൾക്കും ശാശ്വത അവകാശമായി തരുമെന്ന് കർത്താവ് വാഗ്ദത്തം ചെയ്ത നാട്ടിലാണ് അവർ പാർക്കുന്നത്. But at the same time, their mind was not fixed on that particular present promised land. വിട്ടുപോകുന്നതിനെ ഓർത്തില്ലെന്ന് മാത്രമല്ല, ദൈവം തരുമെന്ന് പറഞ്ഞ ഇപ്പോൾ അവർ പാർക്കുന്ന വാഗ്ദത്ത കനാനിലും അന്നും പാലും തേനുമൊക്കെ ഒഴുകുന്ന സമൃദ്ധമായ നാടായിരുന്നു. പക്ഷേ അതിൻ്റെ മനോഹാരിതയിലേക്കും
അബ്രഹാം തുടങ്ങിയ പിതാക്കന്മാരുടെ മനസ്സ് ഉടക്കിയില്ല. എന്റെ കൂടെ നിങ്ങളുണ്ടോ? പ്രൈസ് ഗാഡ്. Yeah, there also they stayed as foreigners and strangers. അവിടെ അവര് വിദേശികളും പരദേശികളും എന്നതുപോലെയാണ് പാർത്തത്. എവിടെ? വാഗ്ദത്ത നാട്ടിൽ. സ്തോത്രം. അതാണ് നാം അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്തെന്ന പോലെ ചെന്ന് പാർത്തു. സ്തോത്രം. ഞാൻ 3 കാര്യങ്ങളാ പറയാമെന്ന് പറഞ്ഞത്. 1, 13 മുതൽക്കുള്ള ഭൂതകാലത്തിന്റെ അവസ്ഥ. 2, 8 മുതൽക്കുള്ള വർത്തമാനകാല അവസ്ഥ. അവസാനത്തേത് പറഞ്ഞു നിർത്തുന്നു. ഇത് രണ്ടും ചെയ്യാതെ അതേ സ്ഥലത്ത് പരദേശിയായി പാർത്തുകൊണ്ട് താൻ എന്താ ചെയ്തത്? പിന്നെ ദൈവം ശില്പിയായി നിർമ്മിച്ചത്. ഹല്ലേലൂയ. പ്രൈസ് ഗാഡ്. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ ഒരു വിശുദ്ധ നഗരത്തിന് വേണ്ടി കാത്തിരുന്നു. They were anticipating that heavenly thing. ഒരു സ്വർഗീയ നഗരത്തിന് വേണ്ടി ദൈവം ശില്പിയായി നിർമ്മിച്ചത്. Not for an earthly one. They already had something earthly. They are already provided with a promise, something earthly. But their hearts were not fixed on both of these earthly things. Even though they were promised by God Himself. Praise God. But they were longing for, they were anticipating for something high, something heavenly. Hallelujah. സ്തോത്രം. പ്രൈസ് ഗാഡ്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഭൗതികമായത് അവർക്കുണ്ടായിരുന്നു, അത് വിട്ടു. ഭൗതികമായ വേറെ ചിലത് ദൈവം അവർക്ക് വാഗ്ദത്തം കൊടുത്തു, അവിടെ അവരെത്തി. പക്ഷെ ഈ രണ്ടും ഭൗതികമായിരുന്നെങ്കിലും ആ ഭൗതികത്തിൽ അവരുടെ മനസ്സുടക്കിയില്ല. സ്തോത്രം. ഇതിനും അതീതമായത് സ്വർഗീയമായതിനെ അവർ കണ്ടു, അവർ അതിനു വേണ്ടി കാത്തിരുന്നു. സ്തോത്രം. ദൈവം ശില്പിയായി നിർമ്മിച്ച അടിസ്ഥാനങ്ങളുള്ള ഒരു നഗരം. പ്രൈസ് ഗാഡ്. 13-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, അവർ ദൂരെ നിന്ന് അതിനെ കണ്ടു. വിശ്വാസത്താലാകട്ടോ. By faith, Abraham and other patriarchs, they saw from far away what God had prepared for them in the heavenly realms. അത് കണ്ടു. അവിടെ നിന്നോണ്ട് ഒരു ബിഗ് സല്യൂട്ട് അടിച്ചു. ഹല്ലേലൂയ. അവിടെ നിന്നോണ്ട് സ്തോത്രം അതിനെ അഭിവന്ദിച്ചു. സ്തോത്രം. വീണ്ടും അവർ ഏറ്റുപറഞ്ഞു, ഞങ്ങൾ ഇവിടെ അന്യരാണേ, ഞങ്ങൾ ഇവിടെ പരദേശികളാണേ. പരദേശി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് സൊജേണേഴ്സ്, ജസ്റ്റ് പാസേഴ്സ് ബൈ. ഞങ്ങൾ വെറും യാത്രക്കാരാണേ. ഞങ്ങൾ ഇവിടം വിട്ട് ഇവിടം കടന്നു പോകുന്നവരാണ്. ഞങ്ങൾ ഇവിടം കടന്ന് അക്കരയ്ക്ക് പോവുകയാ. സ്തോത്രം. അവരെ കുറിച്ചാണ് 14-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. ഇങ്ങനെ പറയുന്നവർ ഒരു പിതൃദേശം അന്വേഷിക്കുന്നു. കണ്ടോ? ഈ 3 കൂടെ ഒന്ന് കൂട്ടിയിണക്കിക്കേ. ഇവരെ കുറിച്ചാണ് ദൈവത്തിന് നാണം തോന്നാത്തത്.
such people, about such people, God is not ashamed of. ഇവരെ കുറിച്ച് കർത്താവിന് ലജ്ജ തോന്നുന്നില്ല. ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ഗോഡ്.